നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെഞ്ഞാറമൂട്ടിൽ 5 പേരെ ചുറ്റികയ്ക്ക് അടിച്ചു കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അഫാൻ എല്ലാം ചെയ്തത് പ്രൊഫഷണൽ കില്ലറെ പോലെ. മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് വെഞ്ഞാറമൂട്ടിലെ കൂട്ടക്കൊലപാതകങ്ങൾ നടന്നതെന്നാണ് പോലീസ് പറയുന്നത്. വ്യക്തിപരമായ സാമ്പത്തിക പ്രശ്നമാണെന്നാണ് വാദം. ഫർസാനയുമായി ജീവിക്കാൻ പണമില്ലാത്തതും പ്രധാന കാരണമെന്നും പ്രാഥമിക വിലയിരുത്തലുണ്ട്. ഇതിനിടെ അഫാന്റെ അച്ഛനെ ഈ ദുരന്തം അറിഞ്ഞിട്ടും നാട്ടിലേക്ക് വരാൻ കഴിയാത്ത അവസ്ഥയാണ്. സൗദിയിൽ യാത്രാ വിലക്കുള്ളതുകൊണ്ടാണ് ഇത്. അക്രമവാസനയുള്ള ആളായിരുന്നില്ലെന്ന് DK മുരളി MLA പ്രതികരിച്ചു. അഫാന് മദ്യപിക്കുന്ന സ്വഭാവമുണ്ടായിരുന്നു. ഇയാൾ പലരിൽ നിന്നും പണം വാങ്ങിച്ചതായാണ് വിവരം. ഇടയ്ക്ക് പ്രതി മാതാവ് ഷെമിയുമായി വഴക്കുകൂടാറുണ്ടെന്നും ബന്ധുക്കൾ പറഞ്ഞതായും MLA വിശദീകരിച്ചു. ഗൾഫിൽ ജോലി ചെയ്യുന്ന അഫാന്റെ പിതാവ് റഹീമിന് സാമ്പത്തിക പ്രശ്നമുണ്ടെന്ന് അദ്ദേഹം തന്നോട് പറഞ്ഞതായും MLA പറഞ്ഞു. ബിസിനസ് എല്ലാം പൊളിഞ്ഞു. കേസുള്ളതിനാൽ ട്രാവൽ ബാൻ ഉണ്ടെന്ന് റഹീം അറിയിച്ചു. റഹീമിന് നാട്ടിലേക്ക് എത്താൻ കഴിയില്ല. റഹീമിനെ തിരികെ കൊണ്ടുവരാൻ മലയാളി അസോസിയേഷൻ അടക്കം ശ്രമിക്കുന്നുണ്ടെന്നും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അറിയിച്ചിട്ടുണ്ടെന്നും DK മുരളി പറഞ്ഞു. അഫാന്റെ ഉമ്മ ഷെമി സംസാരിക്കാൻ കഴിയുന്ന അവസ്ഥയിലല്ല, അവർ മൊഴി നൽകാൻ പറ്റുന്ന സാഹചര്യത്തിലല്ലെന്നും ഗുരുതരാവസ്ഥയിൽ തുടരുകയാണെന്നും DK മുരളി പറഞ്ഞു. പ്രതി ലഹരിക്ക് അടിമയാണോ എന്നത് പോലീസ് പരിശോധിച്ചു വരികയാണ്. സമയമെടുത്താണ് ഓരോ കൊലപാതകവും പ്രതി നടത്തിയത്. ഇതൊന്നും പ്രതിയുടെ മനസ്സിന് മാറ്റമുണ്ടാക്കിയിട്ടില്ല. അഫാൻ ആരും അറിയാതെ ലഹരി ഉപയോഗിച്ചോ എന്ന് പരിശോധിക്കേണ്ടതാണെന്നും DK മുരളി കൂട്ടിച്ചേർത്തു. സ്കൂളിൽ നിന്ന് തിരിച്ചെത്തിയപ്പോഴാണ് അനിയൻ അഫ്സാനെ അഫാൻ കൊലപ്പെടുത്തിയത്. ഫർസാനയുടെ വീട്ടുകാരുടെ അവസ്ഥ വലിയ കഷ്ടമാണ്. അഫാന്റെയും ഫർസാനയുടെയും പ്രണയത്തെക്കുറിച്ച് നാട്ടുകാർക്കൊന്നും അറിയില്ല. ഒരു പ്രൊഫഷണൽ കില്ലർ ചെയ്യുന്നത് പോലെയാണ് അഫാൻ കൊല നടത്തിയത്. ഇങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് 23-കാരൻ മാറുക എന്നത് പഠന വിഷയമാക്കേണ്ടതാണെന്നും DK മുരളി MLA പറഞ്ഞു. പ്രതി അഫാൻ കുടുംബാംഗങ്ങളെയും സുഹൃത്തിനെയും കൊലപ്പെടുത്തിയത് അതിക്രൂരമായാണ്. മരിച്ച 5 പേരുടെയും തലയിൽ ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടായെന്നും മൂർച്ചേറിയ കത്തിയും വലിയ ചുറ്റികയും കൊണ്ടാണ് പ്രതി കൃത്യങ്ങളെല്ലാം നടത്തിയത്. താഴെ പാങ്ങോട് എലിച്ചുഴി പുത്തൻ വീട്ടിലെത്തിയാണ് ഉപ്പയുടെ ഉമ്മ സൽമ ബീവിയെ ആദ്യം തലക്കടിച്ചു കൊന്നത്. പിന്നീട് ഇവരുടെ മാലയും കവർന്നു. അതിനുശേഷമാണ് മറ്റുള്ള 4 കൊലപാതകങ്ങളും നടത്തിയിട്ടുള്ളത്. നെറ്റിയിലും തലയിലും എല്ലാം തന്നെ ആഴത്തിലുള്ള മുറിവുകളാണ് ശരീരത്തിലുണ്ടായിരുന്നത്. ലത്തീഫ് ഹാളിലെ കസാരയിൽ ഇരിക്കുന്ന നിലയിലാണ്. ലത്തീഫിന്റെ നെറ്റിക്ക് കുറുകെ ആഴത്തിൽ വെട്ടേറ്റ മുറിവുണ്ട്. പിന്നീട് സ്വന്തം വീട്ടിലെത്തി പെൺസുഹൃത്തിനെയും ചുറ്റികയ്ക്ക് അടിച്ചും വെട്ടിയും കൊലപ്പെടുത്തിയിരിക്കുകയാണ്. ഫർസാനയുടെ മുഖം വികൃതമായ നിലയിലായിരുന്നുവെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. നെറ്റിയുടെ ഇരുവശത്തും മധ്യത്തിലും ചുറ്റിക കൊണ്ട് അടിച്ച പാടുണ്ട്. സ്കൂൾ വിട്ടുവന്ന സഹോദരൻ അഫ്സാനെ വെഞ്ഞാറമൂട്ടിലെ കടയിലെത്തിച്ച് കുഴിമന്തി വാങ്ങി നൽകി. തുടർന്ന് വീട്ടിലെത്തിച്ച് ചുറ്റിക കൊണ്ട് തലയ്ക്ക് അടിച്ചു കൊന്നു. ശേഷം വീടിന്റെ വാതിലും ജനലുകളും പൂർണ്ണമായി അടച്ച ശേഷം ഗ്യാസ് സിലിണ്ടർ തുറന്നുവിട്ടിരുന്നു. ഇതിനുശേഷമാണ് പോലീസിൽ കീഴടങ്ങിയത്. റൂറൽ SP സുദർശനും മറ്റു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. എന്തായാലും പ്രത്യേക അന്വേഷണ സംഘത്തെയാണ് കേസ് അന്വേഷിക്കാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത്. ഏതായാലും ഇനി ഉമ്മയുടെ മൊഴി കൂടി എടുത്താൽ മാത്രമാണ് പൂർണ്ണമായും എന്താണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യത്തിൽ ദുരൂഹതയുടെ എല്ലാം തന്നെ ചുരുളുകൾ അഴിയുകയുള്ളൂ.